ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ട വെൻ ഡയഗ്രം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. 2 പോയിന്റുകളുണ്ട്. വെൻ ഡയഗ്രംസ് ആർ പിക്ടോറിയൽ വേ ഓഫ് റെപ്രസെൻറ്റ് ദി സെറ്റ് ഓഫ് ആർട്ടിക്കിൾ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, രണ്ടോ അതിലധികമോ സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് വെൻ ഡയഗ്രംസ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അടുത്ത പോയിന്റ്, ദർ ആർ ഡിഫറെൻറ്റ് റീജിയൻസ് വിച്ച് നീഡ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ സോൾവിങ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഗിവൻ വെൻ ഡയഗ്രാം. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അതായത് ഓരോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം മോഡൽ ഉണ്ട്. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വെൻ ഡയഗ്രത്തിൻ്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, 2 സർക്കിളുകൾ തന്നിട്ടുണ്ട്, രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? നോക്ക്, ബ്രദർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ബ്രദർ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രയും ഭാഗത്ത്? ഇത്രയും ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ഇത്രയും ഭാഗത്ത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഫാദർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നടുക്കാണെങ്കിലോ ബ്രദറും ഉണ്ടാവും ഫാദറും ഉണ്ടാവും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, ടൈപ്സ് ഓഫ് വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. അനാലിസിസ് ബേസ്ഡ് വെൻ ഡയഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിലേഷൻ ബേസ്ഡ് വെൻ ഡയഗ്രാം ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, അനാലിസിസ് ബേസ്ഡ് വെൻ ഡയഗ്രാം. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്, പിന്നെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻ ദീസ് ടൈപ്പ് ജനറലി എ വെൻ ഡയഗ്രാം കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഫിഗർ ഈസ് ഗിവൺ. ഈച്ച് ജിയോമെട്രിക്കൽ ഫിഗർ ഇൻ ദി ഡയഗ്രാം റെപ്രസെൻറ്റ് സർട്ടൈൻ ക്ലാസ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ നോക്കി നോക്കാം. ഇവിടെ ട്രയാങ്കിൾ എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? സ്റ്റുഡൻറ്റ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പാസ്സായ സ്റ്റുഡൻസിനെയാണ് ട്രയാങ്കിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ക്വയർ ആണെങ്കിലോ സ്റ്റുഡൻറ്റ് പാസ്ഡ് ഇൻ റീസണിങ്. അപ്പം നമുക്കിവിടെ ഓരോ റീജിയനിൽ ഓരോ നമ്പറുകൾ തന്നിട്ടുണ്ട്. അത് നോക്കി നോക്കാം. ഒന്നെന്താണ്, ഒന്ന് ട്രയാങ്കിളിൽ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പം എന്താണ്, അവർ ഇംഗ്ലീഷിന് മാത്രമേ പാസ്സായിട്ടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്, റെപ്രസെൻറ്റ് സ്റ്റുഡൻറ്റ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഓൺലി. ഇംഗ്ലീഷിന് മാത്രം പാസ്സായ സ്റ്റുഡൻസ് ആണ് ഒന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 3 എന്താണ്, ട്രയാങ്കിളിലും ഉണ്ട്, അതേപോലെ തന്നെ സ്ക്വയറിലും ഉണ്ട്. അപ്പോൾ എന്താണ്, അവർ 2 എക്സാമിനും പാസ് ചെയ്തു. ഇംഗ്ലീഷിനും പാസ്സായി, റീസണിങ്ങിനും പാസ്സായി. പിന്നെ 2 എന്ന് പറയുമ്പോൾ എന്താണ്, സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ റീസണിങ്ങിന് മാത്രം പാസ്സായതിൻ്റെ എണ്ണമാണ് 2 എന്ന് പറയുന്നത്. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ദി ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് 3 ഗ്രൂപ്പ്സ്, സിസ്റ്റേഴ്സ്, മദേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, റെപ്രസെൻറ്റഡ് ബൈ എ ട്രയാങ്കിൾ, എ റെക്റ്റാങ്കിൾ ആൻഡ് എ സർക്കിൾ റെസ്പെക്റ്റീവ്ലി. ദെയർ ആർ 7 റീജിയൻസ് റെപ്രസെൻറ്റഡ് ബൈ നമ്പേഴ്സ് ഫ്രം 1 to 7. അതായത് ട്രയാങ്കിൾ എന്താണ്, സിസ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ റെക്റ്റാങ്കിള് മദേഴ്സ് ആണ്. സർക്കിള് ടീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ 7 നമ്പറുകളും തന്നിട്ടുണ്ട്. ഓരോ 7 റീജിയനുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ നമ്പറും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. ഒന്നെന്താണ്, ഒന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ട്രയാങ്കിളിൽ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്, ഒന്ന് സിസ്റ്റേഴ്സ് മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ 2 നോക്കുവാണെങ്കിൽ റെക്റ്റാങ്കിളിൽ മാത്രമേ ഉള്ളൂ. അന്നേരം എന്താണ്, മദേഴ്സിനെ മാത്രം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 2. പിന്നെ 5 ആണെങ്കിലോ സർക്കിളിലും ഉണ്ട്, അതേപോലെ തന്നെ റെക്റ്റാങ്കിളിലും ഉണ്ട്. അപ്പോൾ ടീച്ചറുമായിരിക്കും മദറുമായിരിക്കും. അതിനെ സൂചിപ്പിക്കാനാണ് 5 ഉപയോഗിക്കുന്നത്. പിന്നെ 3 ആണെങ്കിലോ സർക്കിളിൽ മാത്രമല്ലേ ഉള്ളൂ. സർക്കിളിൽ മാത്രം വരുമ്പോൾ എന്താണ്,
ടീച്ചേഴ്സിനെ സൂചിപ്പിക്കാനാണ് 3 ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കി നോക്കാം. 4 ട്രയാങ്കിളിലും ഉണ്ട്, അതേപോലെ തന്നെ റെക്റ്റാങ്കിളിലും ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സും ആണ് മദേഴ്സും ആണ് 4. പിന്നെ 7 ആണെങ്കിലോ സർക്കിളിലും ഉണ്ട്, ട്രയാങ്കിളിലും ഉണ്ട്, റെക്റ്റാങ്കിളിലും ഉണ്ട്. അപ്പോൾ സിസ്റ്ററും മദറും ടീച്ചേഴ്സിനെയും സൂചിപ്പിക്കാനാണ് 7 ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 6 ആണെങ്കിലോ സർക്കിളിലുമുണ്ട്, ട്രയാങ്കിളിലും ഉണ്ട്. സിസ്റ്ററും ടീച്ചറും സൂചിപ്പിക്കാനാണ് 6 എന്ന് പറയുന്ന നമ്പർ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, എക്സാമ്പിൾ 2 തന്നിട്ടുണ്ട്. അത് 3 സർക്കിൾ ഉണ്ട്, 3ഉം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എഞ്ചിനീയർ ആണ്. രണ്ടാമത്തത് ഡോക്ടറാണ്. മൂന്നാമത്തത് ഫാർമറാണ്. ഇനി നമുക്ക് ഓരോ നമ്പറും എങ്ങനെയാ വരുന്നത് നോക്കാം. ഒന്നെന്താണ്, എഞ്ചിനീയർ മാത്രമല്ലേ വരുന്നുള്ളൂ, ഇത്രയും ഭാഗം വരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 2 ആണെങ്കിലോ ഡോക്ടർ മാത്രമേ വരുന്നുള്ളൂ, ഇത്രയും ഭാഗം. പിന്നെ 3 ആണെങ്കിൽ ഇത്രയും ഭാഗം വരുന്നുള്ളൂ, ഫാർമർ മാത്രമാണ്. പിന്നെന്താണ് 5 നോക്കാം. 5 എന്ന് പറയുമ്പോൾ എഞ്ചിനീയറും ആയിരിക്കും, അതേപോലെ തന്നെ ഡോക്ടറും ആയിരിക്കും. പിന്നെ 6 ആണെങ്കിലോ എഞ്ചിനീയറും ആയിരിക്കും, ഫാർമറും ആയിരിക്കും. 4 ആണെങ്കിൽ ഡോക്ടറുമായിരിക്കും, ഫാർമറുമായിരിക്കും. 7 ആണെങ്കിൽ ഇത് 3ഉം വരും, എഞ്ചിനീയറും ഡോക്ടറും ഫാർമറും ആയിരിക്കും 7. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് റിലേഷൻ ബേസ്ഡ് വെൻ ഡയഗ്രാം. ഇൻ ദീസ് ടൈപ്പ് സം സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻസ് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് 3 ഐറ്റം വിത്ത് ഡിഫറെൻറ്റ് കേസസ് ഓഫ് വെൻ ഡയഗ്രാം ആർ ഗിവൺ. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വെൻ ഡയഗ്രാം മോഡൽ ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്, വെൻ വൺ ക്ലാസ് ഓഫ് ഐറ്റം ഈസ് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദി അനദർ ക്ലാസ് ഓഫ് ഐറ്റം ദെൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഗിവൺ ഡയഗ്രാം. അതായത് ഒരു ക്ലാസ് ഓഫ് ഐറ്റം വേറൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. എന്താണ്, 1 എന്ന് പറയുന്നൊരു സർക്കിൾ ഉണ്ട്, അതെന്തിൻ്റെ ഉള്ളിലാണ്, 2 എന്ന് പറയുന്നൊരു സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1 മാംഗോ, 2 ഫ്രൂട്ട്. അപ്പോൾ മാംഗോ ഒരു ഫ്രൂട്ടാണ്. അപ്പം എന്താണ്, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ മാംഗോ വരും. മാംഗോ അത് ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് വരിക. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോയി നോക്കാം. അടുത്ത മോഡൽ എന്താണ്, ഇഫ് 2 ക്ലാസസ് ഓഫ് ഐറ്റം ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ബട്ട് ദേ ഓൾ ആർ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ തേർഡ് ക്ലാസ് ദെൻ ദി റിലേഷൻഷിപ്പ് ഈസ് റെപ്രസെൻറ്റ് ഓഫ് ദി ഡയഗ്രാം. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, 2 ക്ലാസ്സുകൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, പക്ഷേ അത് രണ്ടും തമ്മിലൊരു കോമൺ ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്. അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക. 2 സർക്കിളും തമ്മിലൊരു റിലേഷൻ ഇല്ലാണ്ട് വരയ്ക്കുക. അതേപോലെ തന്നെ ഇത് രണ്ടും വേറൊരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നെന്താണ്, പൊട്ടറ്റോ. അതേപോലെ തന്നെ 2 എന്താണ്, ഓണിയൻ. പൊട്ടറ്റോയും ഓണിയനും തമ്മിൽ എന്താണ്, രണ്ടും ഇൻ്റർ റിലേഷനൊന്നുമില്ല, അതായത് രണ്ടും കൂടിച്ചേരുന്ന ഒരു റിലേഷനും വരുന്നില്ല. പക്ഷെ രണ്ടും എന്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്, വെജിറ്റബിൾസ് ആണ് രണ്ടും. പൊട്ടറ്റോയും ഓണിയനും വെജിറ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത് വെജിറ്റബിൾ എന്ന് കൊടുക്കാം. ഈ മോഡൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, ഇഫ് 2 ഗ്രൂപ്പ് ഓഫ് ഐറ്റം ഹാവിങ് സം കോമൺ റിലേഷൻഷിപ്പ് ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഓൾ ഇൻക്ലൂഡഡ് ഇൻ തേർഡ് ക്ലാസ് ദെൻ ദി റിലേഷൻഷിപ്പ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഡയഗ്രാം. നമുക്ക് നോക്കാം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 ക്ലാസ്സുകൾ തമ്മിൽ എന്തോ ചെറിയൊരു ഇന്റർ റിലേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അത് മൂന്നാമത്തെ ഒരു ക്ലാസ്സുമായിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതിനുള്ള ഡയഗ്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. ഒന്നെന്താണ്? ബ്രദർ. രണ്ടെന്താണ്? ഫാദർ. എല്ലാ ഫാദറും ബ്രദർ ആവണമെന്നില്ല. അതേപോലെ തന്നെ എല്ലാ ബ്രദറും ഫാദർ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ എന്താണ്? ബ്രദർ ഫാദർ ആയിരിക്കും, ഫാദർ ബ്രദർ ആയിരിക്കും. അതാണ് ഇങ്ങനെ വന്നിട്ടുള്ള ഡയഗ്രാം. പിന്നെന്താണ്? ഇവർ രണ്ടുപേരും മെയിലാണ്. അതാണ് മൂന്നാമത് മെയിൻ എന്ന് കൊടുക്കും. ഈ മോഡൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? വെൻ വൺ ക്ലാസ് ഓഫ് ഐറ്റം ഈസ് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ അനദർ ഗ്രൂപ്പ് while the third is not related to both of them, then such condition are diagrammatically represented by. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേറൊരു ക്ലാസ് വന്നു, മൂന്നാമതൊരു ക്ലാസ് ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? ക്രിക്കറ്റേഴ്സ്. രണ്ടെന്താണ്? പ്ലെയേഴ്സ്. പിന്നെ ഫാർമർ വ്യത്യസ്തമായിരിക്കും ഇവരിൽ നിന്ന്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഡയഗ്രാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഇഫ് 3 ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. നമ്മൾ നോക്കിയൊരു എക്സാമ്പിൾ പോലെയില്ലേ? എന്താണ്? മൂന്നും തമ്മിലൊരു ഇൻ്റർ റിലേഷൻ ഉണ്ട്, അതായത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് മൂന്നും. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? ഗ്രാജുവേറ്റ്, എൻജിനീയർ, ഡോക്ടർ. ഒന്ന് ഗ്രാജുവേറ്റ്, 2 എൻജിനീയർ, അതേപോലെ തന്നെ 3 ഡോക്ടർ. അപ്പം എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഗ്രാജുവേറ്റും എൻജിനീയറും ആയവരും ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രാജുവേറ്റും എൻജിനീയറും ഡോക്ടറും ആയവരും ഉണ്ടാവും, അതേപോലെ തന്നെ എൻജിനീയറും ഡോക്ടറും ആയവരും ഉണ്ടാവും, ഗ്രാജുവേറ്റും ഡോക്ടറും ആയവരും ഉണ്ടാവും. ഇത്രയും കോമ്പിനേഷൻ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? വെൻ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അതായത് 3 ഐറ്റവും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പം എന്താണ്? 3 സർക്കിൾ നമ്മൾ സെപ്പറേറ്റ് വരച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? Study the given Venn diagram carefully and answer the question that follow. The number in different section indicate the number of children who play with a particular toy at a daycare. How many such children are there who play neither with Barbie dolls nor with racing car? ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? നമുക്കൊരു വെൻ ഡയഗ്രം തന്നിട്ടുണ്ട്, ഒരു പ്ലേ സ്കൂളിലെ ചിൽഡ്രൻസ് കളിക്കുന്ന ടോയ്സിനെ കുറിച്ച്. ഒന്നെന്താണ്? ബാർബി ഡോള്, പിന്നെ ലെഗോ ബ്ലോക്ക് ഉണ്ട്, പിന്നെ റേസിംഗ് കാർ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബാർബി ഡോളും റേസിംഗ് കാറും ഉപയോഗിക്കാത്ത ചിൽഡ്രൻസിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഡയഗ്രാം വെച്ച് കണ്ടുപിടിച്ചൂടെ? ബാർബി ഡോള് മാത്രം ഉപയോഗിക്കുന്നവർ 61 ഉണ്ട്, ലെഗോ ബ്ലോക്ക് മാത്രം ഉപയോഗിക്കുന്നവർ 41 ഉണ്ട്, റേസിംഗ് കാർ മാത്രം 49 ഉണ്ട്. ബാർബി ഡോളും റേസിംഗ് കാറും ഉപയോഗിക്കാത്തവരെന്ന് പറയുമ്പോൾ എന്താണ്? ലെഗോ ബ്ലോക്ക് മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ 41 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.